Hi everyone, chemistry യിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. First question, a particular station of All India Radio New Delhi broadcast on a frequency of 1368 kilohertz. The wavelength of electromagnetic radiation emitted by the transmitter is speed of light is given. ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന്. നമുക്ക് റേഡിയേഷന്റെ ഫ്രീക്വൻസി തന്നിരിക്കുകയാണ്. ഫ്രീക്വൻസി ന്യൂ എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. നമുക്കതിവിടെ എഴുതി വെക്കാം. ന്യൂ ഈസ് ഈക്വൽ ടു 1368 കിലോ ഹെഡ്സ് ആണ്. കിലോ നമ്മൾ 1000 കൊണ്ട് ഗുണിച്ച് അതിനെ മാറ്റി എഴുതണം. സോ ഇത്രയും ഹെഡ്സ് ആണ്, അഥവാ 1.368 ഇൻറ്റു 10⁻⁶ ഹെഡ്സ് ഓർ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് നമുക്ക് എഴുതാം. കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഈസ് ദ വേവ് ലെങ്ത്? വേവ് ലെങ്ത് നമുക്ക് കാണണം. വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ന്യൂ ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ ഓർ ലാംഡ ഈസ് ഈക്വൽ ടു സി ബൈ ന്യൂ. സി 3 ഇൻറ്റു 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ന്യൂ എന്ന് പറയുന്നത് 1.368 ഇൻറ്റു 10⁶ ഹെഡ്സ് അഥവാ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതോടെ നിങ്ങൾക്ക് ഇവിടെ യൂണിറ്റ്സ് ഒക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. 3/1.36 എന്ന് പറയുന്നത് 2 പോയിന്റ് സംതിങ് ആയിരിക്കണം. അപ്പൊ അത് 2.19 ആണ് ഫ്രം ദി ഓപ്ഷൻസ്. 10⁶ഉം 10⁸ ക്യാൻസൽ ചെയ്ത 10⁻² ആണ് ബാക്കി. സോ ദിസ് ഈസ് 219. Now what is your unit? It is SI unit. മീറ്റർ ആണ് നമുക്ക് ബാക്കിയുള്ളത്. സോ 219 മീറ്റർ അഥവാ 219.3. സോ your option is 1219.3 meter. The second one, correct order of prefixes. പ്രിഫിക്സുകളും സഫിക്സുകളും ഒക്കെ നമ്മൾ പഠിക്കാറുള്ളതാണ്. അതിൽ പ്രിഫിക്സിനെ പറ്റിയുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മോൾ കോൺസെപ്റ്റിൽ നമ്മളത് കണ്ടു. നമുക്കിവിടെ തന്നിരിക്കുന്ന പ്രിഫിക്സുകൾ പൈക്കോ ആണ്. പൈക്കോ ഈസ് 10⁻⁻12, നാനോ ഈസ് 10⁻⁻9, മൈക്രോ ഈസ് 10⁻⁻6 ആൻഡ് മില്ലി ഈസ് 10⁻⁻3. അപ്പൊ നമ്മൾ അതിന്റെ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ മില്ലി ആണ് ഇതിൽ ഏറ്റവും വലുത്. 10⁻⁻3 എന്നുള്ളതാണ് ഏറ്റവും വലുത്. പിന്നെ മൈക്രോ, നാനോ, ദെൻ പൈക്കോ. യു ഗെറ്റ് ഓപ്ഷൻ എ. ഇതൊരു ഡയറക്റ്റ് ഓർഡർ എഴുതുന്ന ഒരു ചോദ്യമാണ്. ദി നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 89.6 liters ഓഫ് എ ഗ്യാസ് അറ്റ് STP. നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ കാണണമെങ്കിൽ it is number of moles into Avogadro number. How will you calculate number of moles from the volume at STP given? It is volume at STP divided by 22.4 liters into Avogadro number. So this is equal to, നമുക്ക് 2289 ഏകദേശം 4 ടൈംസ് പോകും. 4 into Avogadro number ആണ് വരേണ്ടത്, which is your option D. 4 into 6.02 into 10⁻23. See the next question. The ratio of radius of second, fourth and sixth orbit of hydrogen atom. എല്ലാവരും ഹൈഡ്രജൻ ആറ്റം ആണ്. അതിന്റെ സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടുപിടിക്കണം. As you know, radius R is equal to R0 or A0 n² by Z. R0യും Z ഉം ഇവിടെ സെയിം ആണ്. Z എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. ഹൈഡ്രജൻ ആയതുകൊണ്ട് 1 ആണ്. Therefore, radius is directly proportional to n². If you want to find the ratio of radius of second, fourth and sixth orbit of hydrogen, it is equal to n² proportional ആണ്. സോ n² എന്ന് പറഞ്ഞാൽ 2² is 2. നാലാമത്തെ ഓർബിറ്റ് ആണ്, സിക്സ്ത് ഓർബിറ്റ് ആണ്, which is 4:16:36. അഥവാ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:4:9. Therefore your answer will be option B. The number of moles of SO2Cl2 in 13.5 gram. നമുക്ക് മാസ് തന്ന നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ബൈ മോളാർ മാസ് ചെയ്യണം. മാസ് ഈസ് ഗിവൺ വിച്ച് ഈസ് 13.5 gram. വാട്ട് ഈസ് ദി മോളാർ മാസ്? ഇറ്റ് ഈസ് SO2Cl2 ആണ്. സൾഫറിന്റെ അറ്റോമിക് മാസ് ഇറ്റ് ഈസ് 32. ഓക്സിജൻ 16 ആണ്. 2 ഓക്സിജൻ 32. ക്ലോറിൻ നമുക്കറിയാം, 2 ക്ലോറിൻ വരുമ്പോൾ 71 ആണ്. 35.5 ആണ് 1 ക്ലോറിൻ. സോ ഓൾ ടുഗദർ യു ഗെറ്റ് 135. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/10 ഓർ 0.1 മോൾ SO2Cl2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. The Bohr orbit radius for the hydrogen atom n is equal to 1 is approximately 0.530 angstrom. Then radius for the first excited state of the orbit. First excited state എന്ന് പറഞ്ഞാൽ this is your first state and first excited state indicate second level. അപ്പൊ നമ്മുടെ കയ്യിലുള്ളത് സെക്കൻഡ് എനർജി ലെവൽ ആണെന്ന് ആദ്യം തിരിച്ചറിയണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് ആണ്. R is equal to R0 n² by Z or A0 n² by Z. R0 അല്ലെങ്കിൽ A0 എന്ന് പറയുന്നത് ബോർ റേഡിയസ് ആണ്. ഫസ്റ്റ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ് ആണ്, which is 0.530.
n എന്ന് പറയുന്നത് ഏത് ലെവലിലേക്കാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഏത് ലെവലിന്റെ ഓർബിറ്റിന്റെ റേഡിയസ് ആണോ കണ്ടുപിടിക്കുന്നത് അതാണ്. സോ ദാറ്റ് ഈസ് സെക്കൻഡ് ഷെൽ which is 2 square by z will be 1 because it is hydrogen atom, atomic number is 1. 0.53 into 4 ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 2.12 ആംഗ്സ്ട്രോം ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുക, യു ഗെറ്റ് ഓപ്ഷൻ ഡി. ദി ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ 10 gram of calcium carbonate ആണ് നമ്മളോട് ചോദ്യം. What is number of moles of calcium carbonate? It is mass by molar mass. 10 gram calcium carbonate മാസ് തന്നു. മോളാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ കാൽഷ്യത്തിന്റെ മാസ് 40 ആണ്, കാർബൺ 12 ആണ്, ഓക്സിജൻ 16, 3 ഓക്സിജൻ 48 ആണ്. ഓൾ ടുഗദർ മോളാർ മാസ് ഈസ് 100. അപ്പൊ നമ്മുടെ കയ്യിൽ 0.1 മോൾ കാൽഷ്യം കാർബണേറ്റ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. ഇതിൽ ആകെ കൂടി എത്ര പ്രോട്ടോൺ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഇഫ് യു ടേക്ക് 1 കാൽഷ്യം കാർബണേറ്റ്, ഒരു കാൽഷ്യം കാർബണേറ്റിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടെന്ന് നോക്കാം. പ്രോട്ടോണുകളുടെ എണ്ണം ഇറ്റ് ഈസ് ഈക്വൽ ടു ദി അറ്റോമിക് നമ്പർ, റൈറ്റ്? അപ്പൊ ഒരു കാൽഷ്യം ഒന്നാണ്, കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20 ആയതുകൊണ്ട് അതിൽ 20 പ്രോട്ടോണുകൾ ഉണ്ട്. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6 ആണ്, ദർ ആർ 6 പ്രോട്ടോൺസ് ഇൻ കാർബൺ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്, 8 പ്രോട്ടോൺസ് ഉണ്ടാവും. 3 ഓക്സിജൻ ഉള്ളത് കൊണ്ട് 24 പ്രോട്ടോൺസ് ആണ്. ഓക്സിജൻ എല്ലാം കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 20, 40, 50 പ്രോട്ടോൺസ് ആണ് ഒരു കാൽഷ്യം കാർബണേറ്റിൽ ഉള്ളത്. അതുകൊണ്ട് 0.1 മോൾ കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ 0.1 into 50 മോൾ പ്രോട്ടോണുകളായിരിക്കും, വിച്ച് ഈസ് 5 മോൾ പ്രോട്ടോൺസ് ആണ് പ്രസന്റ് ആയത്. ഫൈനലി നമുക്ക് ഇത് 5 into അവഗാഡ്രോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയാം. സോ ദിസ് ഈസ് 5 into 6 into 10⁻23 വിച്ച് ഈസ് 3 into 10⁻24 പ്രോട്ടോണുകളായിരിക്കും നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പം അതിൽ അറ്റോമിക് നമ്പർ ആണ് പ്രോട്ടോണുകളുടെ എണ്ണം എന്നുള്ളതിന്റെ ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. കാൽഷ്യത്തിന്റെയും കാർബണിന്റെയും ഓക്സിജന്റെയും അറ്റോമിക് നമ്പേഴ്സ് നിങ്ങൾ അതിൽ ശ്രദ്ധിച്ച് ഒരു കാൽഷ്യം കാർബണേറ്റിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കാൽഷ്യം കാർബണേറ്റിൽ 50 പ്രോട്ടോണുകളാണ് ഉള്ളത്. നമ്മുടെ കയ്യിൽ 0.1 മോൾ ഉണ്ടെങ്കിൽ 0.1 into 50 മോൾ അഥവാ 5 മോൾ പ്രോട്ടോണുകൾ ഉണ്ടാകും. മോളിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ വെച്ച് മാറ്റി എഴുതണം, അപ്പോഴാണ് ഓവറോൾ നമ്പേഴ്സ് നമുക്ക് കിട്ടുന്നത്. എനിവേ ഹിയർ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. The simplest formula of a compound containing 50% of element X, atomic mass is 10 and 50% of element Y, atomic mass 20 by weight. നമുക്ക് സിംപ്ലസ്റ്റ് ഫോർമുല എന്ന് ചോദിച്ച എംപെരിക്കൽ ഫോർമുലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവരുടെ എംപെരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണമെങ്കിൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നാൽ ദ ഈസിയസ്റ്റ് മെത്തേഡ്, എക്സിന്റെയും വൈയുടെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻസ് തന്നു, നമ്മൾ അവരെ അറ്റോമിക മാസുമായി ഡിവൈഡ് ചെയ്യണം. So this is equal to 5 and this is equal to 2.5. ഇനി അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഏറ്റവും 5ഉം 2.5ലും ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അത് വെച്ച് രണ്ടും ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് സിംപ്ലസ്റ്റ് റേഷ്യോ കിട്ടുക. സോ യു അണ്ടർസ്റ്റാൻഡ്, എക്സ് എന്നുള്ളത് 2 എണ്ണമാണ്, വൈ എന്നുള്ളത് 1 ആണ്. സിംപ്ലസ്റ്റ് ഫോർമുല ഈസ് x2y. യു ഗെറ്റ് ഓപ്ഷൻ ബി. ഇൻസുലിൻ കണ്ടെയ്ൻസ് 3.4% സൾഫർ. വാട്ട് വിൽ ബി ദ മിനിമം മോളിക്കുലർ വെയിറ്റ് ഓഫ് ഇൻസുലിൻ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് സൾഫർ തന്നു. പെർസെൻറ്റേജ് ഓഫ് സൾഫർ എന്ന് പറഞ്ഞാൽ ആ കോമ്പൗണ്ടിലുള്ള സൾഫറിന്റെ എണ്ണം, നമ്പർ ഓഫ് സൾഫർ ഇൻറ്റു സൾഫറിന്റെ അറ്റോമിക് മാസ് ബൈ മോളാർ മാസ് ഓഫ് കോമ്പൗണ്ട്. ഇവിടെ അത് ഇൻസുലിൻ ആണ്, ഇൻറ്റു 100. അപ്പൊ ഇൻസുലിനിൽ എത്രമാത്രം സൾഫർ ഉണ്ട് അതിന്റെ മാസ് ഇൻറ്റു 100 ആണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. So percentage of sulfur 3.4 is equal to number of sulfur minimum നമുക്ക് ഒരു സൾഫർ എങ്കിലും ഉണ്ടാവണം. അപ്പം മിനിമം മോളിക്കുലാർ വെയിറ്റ് കാണുമ്പോൾ മിനിമം ഒരു സൾഫർ 1 എന്നുള്ള നമ്പർ നമുക്ക് എടുക്കാം ബൈ മോളാർ മാസ് ഓഫ് ഇൻസുലിൻ ഇൻറ്റു 100. അപ്പം മിനിമം മോളിക്കുലാർ മാസ് ഓഫ് ഇൻസുലിൻ എന്ന് പറയുന്നത് 32 into 100 by 3.4 ആണ്. അപ്പം 32 by 3.4 നമുക്ക് ചെയ്യണം, വിച്ച് ഈസ് 16 by 1.7 ആണ്. ഇതെന്തായാലും നമുക്കിപ്പോൾ 16 by 17 ആണെങ്കിൽ നമുക്ക് കിട്ടുക 9 something ആയിരിക്കും. സോ 9.41 into 100 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 941 gram per mole ആയിരിക്കണം നമുക്ക് കിട്ടേണ്ട ആൻസർ. യു ഗെറ്റ് ഓപ്ഷൻ സി. The number of moles of C and D produced on mixing 5 moles of A and 7 moles of B are respectively ആണ് ചോദ്യം. 3A plus 5B giving 7C plus 9D. Now this is a balanced equation and the data for 2 reactants are given, 5 mole A and 7 mole B. രണ്ടാൾക്കാരുടെയും ഡാറ്റ തന്നു കഴിഞ്ഞാൽ you should check if there is any limiting reagent or not.
കാരണം ലിമിറ്റിംഗ് റിയേജന്റ് ആണ് പ്രോഡക്റ്റുകളുടെ എണ്ണം ഡിസൈഡ് ചെയ്യുന്നത്. സോ ഫൈൻഡ് ഓർ ചെക്ക് ദ ലിമിറ്റിംഗ് റിയേജന്റ്. എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജന്റ് ചെക്ക് ചെയ്യാനുള്ള എളുപ്പവഴി? നമുക്ക് തന്നിരിക്കുന്ന എയുടെയും ബിയുടെയും തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണ്? 5 മോൾ എ തന്നിരിക്കുന്ന ഡാറ്റ എഴുതുക ആൻഡ് 7 മോൾ ബി ആർ ഗിവൺ. അതിനെ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള ഡാറ്റയുമായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ബാലൻസ്ഡ് ഇക്വേഷനിൽ 3 മോൾ എ ആണ്, ബാലൻസ്ഡ് ഇക്വേഷനിൽ 5 മോൾ ആണ്. 5/3 is 1.66 and 7/5 is 1.4, right? Yes, 1.4. ഇതിൽ ഏതാണോ ചെറിയ വാല്യൂ അതാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ 1.66ലും 1.4ലും നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ 1.4 ആയതുകൊണ്ട് അത് ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് എടുക്കുക. എപ്പോഴും ലിമിറ്റിംഗ് റിയേജന്റ് ചെക്ക് ചെയ്യാനുള്ള എളുപ്പവഴി ഇങ്ങനെയാണ്. തന്നിരിക്കുന്ന ഡാറ്റ ബൈ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള ഡാറ്റ കൊടുക്കുക. തന്നിരിക്കുന്ന ഡാറ്റ മോളിലായതുകൊണ്ടാണ് ഞാൻ ബാലൻസ്ഡ് ഇക്വേഷനിലുള്ള നമ്പർ ഓഫ് മോൾസിനെ അതുപോലെ എടുത്തത്. തന്നിരിക്കുന്ന ഡാറ്റ മാസിലായിരുന്നുവെങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷനിൽ വരുന്ന മാസ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ ആളെ ലിമിറ്റിംഗ് റിയേജന്റ് ആയിട്ട് എടുക്കണം. സോ എനിവേ വി അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് ബി. Therefore, the whole product is decided by the amount of B only. നമ്മൾ B മാത്രം നോക്കിയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ഈ ചോദ്യം ഒന്നുകൂടി നോക്കാം. B വെച്ചാണ് ഞാൻ ഉത്തരം പറയേണ്ടത്. 7 മോൾ B ആണുള്ളത്. നമ്മുടെ കയ്യിലുള്ള ഡാറ്റ 5 മോൾ B ആണ്, 7 മോൾ സിയും 9 മോൾ ഡിയും തരുന്നത്. അപ്പൊ എന്റെ കയ്യിൽ 1 മോൾ B ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി 7/5 മോൾ സി ആൻഡ് 9/5 മോൾ ഡി. നമ്മൾ 7 മോൾ B ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇറ്റ് ഗിവ്സ് യു 7 into 7, 49/5 C, 7 into 9, 63/5 D, which is equal to 9.8 mole C and 12.6 mole D. Your answer will be option C. 20 gram of calcium carbonate on decomposition gives dash carbon dioxide at STP. അപ്പോൾ STP ലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോള്യം നമ്മൾ പറയണം. ഫോർ ദാറ്റ് വാട്ട് ഈസ് ദ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഓഫ് കാൽഷ്യം കാർബണേറ്റ്? ഇത് നമുക്ക് അറിയാവുന്ന റിയാക്ഷൻ ആണ്. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആണ് കിട്ടുക. ദിസ് ഈസ് എ ബാലൻസ്ഡ് ഇക്വേഷൻ. 1 മോൾ കാൽഷ്യം കാർബണേറ്റ് ഗിവ്സ് യു 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. നൗ ക്വസ്റ്റ്യനിൽ എത്രയാണ് കാൽഷ്യം കാർബണേറ്റ് തന്നിരിക്കുന്നത്? മാസ് ബൈ മോളാർ മാസ്. കാൽഷ്യം കാർബണേറ്റിന്റെ മോളാർ മാസ് നേരത്തെയുള്ള ചോദ്യത്തിൽ നമ്മൾ കണ്ടു. കാൽഷ്യം 40, കാർബൺ 12, 3 ഓക്സിജൻ 48, യു ഗെറ്റ് 100. അപ്പൊ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ 0.2 മോൾ കാൽഷ്യം കാർബണേറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ 0.2 മോൾ കാൽഷ്യം കാർബണേറ്റ് എത്ര കാർബൺ ഡൈ ഓക്സൈഡിനെ തരും? 0.2 മോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ തരും. നൗ വാട്ട് ഈസ് ദ വോള്യൂം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? ഒരു മോളിന്റെ വോള്യം 22.4 ലിറ്റേഴ്സ് ആണ്. സോ 0.2 മോളിൻ്റെതാണെങ്കിൽ 0.2 into 22.4 liters. So that is equal to 4.48 liter. Your answer will be option A. അപ്പൊ ഇത് തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഒരു റിയാക്ഷൻ തന്നില്ല, പക്ഷെ അതിനെ ബാലൻസ് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് ഈസ് നോട്ട് പോസിബിൾ ഫോർ 4p ഇലക്ട്രോൺസ്? 4p ഇലക്ട്രോൺസിൽ പോസിബിൾ അല്ലാത്ത ക്വാണ്ടം നമ്പേഴ്സ് ഏതാണ്? 4p എന്ന് പറഞ്ഞാൽ അതിൽ n പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 4 ആണ്. അപ്പോൾ 4 എന്നുള്ളത് എല്ലാ ഓപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. p എന്ന് പറഞ്ഞാൽ അതിന്റെ അസിമുതൽ ക്വാണ്ടം നമ്പർ നമ്മൾ 1 ആണ് എടുക്കേണ്ടത്. l 0 ആണെങ്കിൽ അത് s ഓർബിറ്റൽ സബ്ഷെല്ലിനെ സൂചിപ്പിക്കും. l 1 ആണെങ്കിൽ അത് p ആണ്. അപ്പൊ l 1 എല്ലാവരും കൊടുത്തു. Now for a given L value, M ന്റെ വാല്യൂ -L തൊട്ട് +L വരെ പറ്റുള്ളൂ, which means -1, 0 and +1. -1 okay, 0 okay, but +2 is not allowed. അതുകൊണ്ട് ഇതിൽ allow ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Your answer should be option C here. Assertion 22.4 liters of nitrogen at STP and 5.6 liters of oxygen at STP contain equal number of molecules. അപ്പൊ ഇവിടെ രണ്ടുപേരിലും ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവണമെങ്കിൽ യു ഷുഡ് കൺസിഡർ അവഗാഡ്രോ ലോ. ഈക്വൽ വോള്യൂം ആണെങ്കിൽ മാത്രമാണ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് നമുക്ക് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജൻ? ഇറ്റ് ഈസ് 1 മോൾ. കാരണം വോള്യൂം അറ്റ് STP by 22.4 ചെയ്യുമ്പോഴേക്ക് 1 മോൾ നൈട്രജൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ ഇതേപോലെ നമ്മൾ ചെയ്താൽ 1/4 മോൾ ആണ് കിട്ടുക. രണ്ടുപേരിലും ഡിഫറെന്റ് മോൾസ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് മോൾസ് ആണ്, ഡിഫറെന്റ് വോള്യൂം ആണ്. നമ്പർ ഓഫ് മോൾസ് കാണേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും നമ്മളത് ചെയ്തേ ഉള്ളൂ. നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് പറയാം, സെയിം വോള്യൂം ആണെങ്കിൽ മാത്രമാണ് ഗ്യാസസ് സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് തരുമെന്ന് പറയാൻ കഴിയുള്ളൂ. ഇവിടെ ഡിഫറെന്റ് വോള്യൂംസ് ആയതുകൊണ്ട് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് തരില്ല.
ഡിഫറെന്റ് ആയിട്ടുള്ള മോളിക്യൂൾസിന്റെ നമ്പേഴ്സ് ആണ് കിട്ടുക ബിക്കോസ് നമ്പർ ഓഫ് മോൾസ് ആർ ഡിഫറെന്റ്. റീസൺ നോക്കുക, അണ്ടർ സിമിലർ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിരിക്കെ all the gases contain equal number of molecules irrespective of volume, it is wrong. Volume ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. Under the similar conditions of temperature and pressure, all gases will give you equal number of molecules if they are in equal volume. ഒരേ വോള്യം ആണെങ്കിൽ അവർക്ക് ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. വോള്യം ആണ് അവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് when temperature and pressures are constant. അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് വോള്യം എന്ന് എഴുതിയിരിക്കുന്നത് തെറ്റാണ്. Therefore, both assertion and reason are false. Your answer will be option D. Which one is the correct outer electronic configuration for chromium? നമ്മൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് ഈ വരുന്ന 10 ട്രാൻസിഷൻ എലിമെന്റ്സിന്റെ അറ്റോമിക് നമ്പേഴ്സും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും പ്രത്യേകം ശ്രദ്ധിക്കണം. വാട്ട് ഈസ് ദി അറ്റോമിക് നമ്പർ ഓഫ് ക്രോമിയം? ഇറ്റ്സ് അറ്റോമിക് നമ്പർ ഈസ് 24. അങ്ങനെ 24 അറ്റോമിക് നമ്പർ വരുമ്പോൾ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തത് 4s2 3d4 എന്നായിരുന്നു. പക്ഷേ ഡ്യൂ ടു ദി എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഓഫ് 3d5 4s ൽ നിന്നും ഒരാൾ ജമ്പ് ചെയ്ത് 3d5 ആയിട്ട് മാറിയിട്ടുണ്ട്. So you should understand there should be a half-filled configuration in 3D. 3D യിൽ നമുക്ക് half-filled configuration ആണ് വരേണ്ടത്. Your answer is option C, where there is 1 electron in 4s and 5 electrons in the 3D subshell. The number of radial nodes in 3s and 2p orbitals respectively. Radial node is given by the equation n-l-1. നമുക്ക് രണ്ട് ടൈപ്പ് നോഡാണ്. റേഡിയൽ നോഡ് n-l-1 ഉം ആംഗുലർ നോഡ് L ഉം ആണ്. ടോട്ടൽ നോഡ്സ് n-1 ആണ്. നമുക്ക് കണ്ടുപിടിക്കാം 3s എടുത്തു കഴിഞ്ഞാൽ റേഡിയൽ നോഡ് n എന്ന് പറയുന്നത് തേർഡ് സബ്ഷെൽ ആണ് 3s. ഇറ്റ് ഈസ് 3. L for s orbital, L ന്റെ വാല്യൂ 0 ആണ്. സോ ദർ ആർ 2 റേഡിയൽ നോഡ്സ്. ആൻഡ് 2p കൺസിഡർ ചെയ്താൽ റേഡിയൽ നോഡ് n ഈസ് 2. L എന്നുള്ളത് p യെ സംബന്ധിച്ച് 1 ആണ്. സോ ദാറ്റ് ഈസ് 0. 2 and 0 എന്ന റേഡിയൽ നോഡ് വരുന്നത് നമുക്ക് ഓപ്ഷൻ സി ആണ്. വെരി ഈസി, വെരി ഡയറക്റ്റ്. See the next question. A line in the Balmer series has highest wavelength when electron de-excited from third orbit to the first excited state. ഒരു ഇലക്ട്രോൺ തേർഡ് ഓർബിറ്റിൽ നിന്നും ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലെവലാണ്. അങ്ങനെ വരുമ്പോൾ ബാൽമർ സീരീസിന്റെ ഹയസ്റ്റ് വേവ് ലെങ്ത് ആണ് ആ റേഡിയേഷൻ എന്ന് പറയുന്നത്. ശരിയാണോ? ബാൽമർ സീരീസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യൂ. അതെ. ഫസ്റ്റ് ഷെല്ലിലേക്ക് വന്നാൽ അത് ലെയ്മാൻ സീരീസ് ആണ്. സെക്കൻഡ് ഷെല്ലിലേക്ക് വന്നാൽ ബാൽമർ സീരീസ് ആണ്. സോ ബാൽമർ സീരീസ് എന്നുള്ളത് ശരിയാണ്. ഇനി അത് അതിന്റെ ഹയസ്റ്റ് വേവ് ലെങ്ത് ആണോ എന്ന് ആലോചിച്ച് നോക്കാം. ബാൽമർ സീരീസിന്റെ ഫസ്റ്റ് ലൈനാണ് ഈ പറഞ്ഞിരിക്കുന്ന 3 to 2 എന്ന് പറയുന്ന ട്രാൻസിഷൻ. നിയറസ്റ്റ് ട്രാൻസിഷൻ ആയതുകൊണ്ട് അവിടെയുള്ള എനർജി ഓഫ് റേഡിയേഷൻ വളരെ കുറവാണ്. കാരണം ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ദൂരെ നിന്ന് വരുമ്പോഴാണ് കൂടുതൽ എനർജി റിലീസ് ചെയ്യാൻ കഴിയുക. 3ൽ നിന്ന് 2ലേക്കുള്ള നിയറസ്റ്റ് ട്രാൻസിഷന്റെ എനർജി കുറവാണ്, ഫ്രീക്വൻസി കുറവാണ്, അഥവാ വേവ് ലെങ്ത് കൂടുതലാണ്. സോ അത് ഹയസ്റ്റ് വേവ് ലെങ്ത് ആണ് എപ്പോഴും നിയറസ്റ്റ് ട്രാൻസിഷൻ. ദാറ്റ് ഈസ് ട്രൂ. കാരണം n+1 നിന്ന് n-ലേക്കുള്ള ട്രാൻസിഷൻ ആണ് ഹയസ്റ്റ് വേവ് ലെങ്ത്. സോ ദി അസർഷൻ ഈസ് ട്രൂ. See the reason. For Balmer series of hydrogen spectrum, the value of n1 is 3 and n2 is higher values. Is it true? Lyman Balmer passion n3 ആകുന്നത് പാഷൻ ആണ്. ബാൽമറിനെ സംബന്ധിച്ച് n1 എന്നുള്ളത് 2 ആവണം, സെക്കൻഡിലേക്ക് ആയിരിക്കണം വരേണ്ടത്. അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ റീസൺ ഫോൾസ് ആയതുകൊണ്ട് തന്നെ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ സി. Match the column 1 with column 2 and choose the correct combination from the options given. ഓപ്ഷൻസിൽ നമുക്ക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം പറയണം. ക്രോമിയത്തിന്റെ തൊട്ടു മുന്നേ നമ്മൾ ചെയ്തതേ ഉള്ളൂ. ഇറ്റ് ഷുഡ് ബി 3d5 and 4s1. ദർ ഈസ് ഹാഫ് ഫിൽ കോൺഫിഗറേഷൻ. എസിലുള്ള ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3d5 4s1 വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതോടെ തന്നെ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. എനിവേ, കോപ്പറിന്റെ കേസിൽ ഇതേപോലെ അൺസർട്ടനിറ്റി ഇൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിച്ചിരുന്ന ഫസ്റ്റ് ട്രാൻസിഷൻ സീരീസിലുള്ള രണ്ടാമത്തെ ആളാണ് കോപ്പർ, where the atomic number is 29. അവിടെ നമ്മൾ 3d9 4s2 എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തു. പക്ഷെ എസിലുള്ള ഒരാൾ ജമ്പ് ചെയ്തിട്ട് അത് 3d10 4s1 ആയിട്ട് മാറി. അങ്ങനെ 3d10 4s1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ Q എന്ന് പറയുന്നത് 3 ആണ്. നെക്സ്റ്റ്, what is the configuration of Fe3+?
Feയുടെ atomic number 26 ആണ്. Atomic number 26 ആയതുകൊണ്ട് തന്നെ outermost configuration is 3D 4s2 3d6. ഞാനത് Fe3+ ആണെങ്കിൽ 3 ഇലക്ട്രോണുകളെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യണം. എസിൽ നിന്ന് 2 ഇലക്ട്രോണും 3ഡിയിൽ നിന്ന് 1 ഇലക്ട്രോണും പോയി കഴിഞ്ഞാൽ അത് 3d5 ആയിട്ട് മാറി. Therefore you get R giving you 4. Similarly, zinc നമുക്ക് atomic number 30 ആണ്, which gives you 3d10 4s2. ഞാൻ Zn2+ ആണെങ്കിൽ remove 2 electrons from 4s. 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയാലേ Zn2+ ആവുള്ളൂ. You get 3d10. അങ്ങനെയാണ് നമുക്ക് ആൻസർ ബി പറയാൻ വേണ്ടി സാധിക്കുന്നത്. Uncertainty in position is twice the uncertainty in momentum. Delta x ആണ് uncertainty in position ഇൻഡിക്കേറ്റ് ചെയ്യുക. Uncertainty in momentum delta p ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ റിലേഷൻ എഴുതാം. Delta x is equal to 2 delta p. Uncertainty in velocity ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. You find the relation. Delta x ഉം delta p യും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വഴി എഴുതാം. എങ്ങനെ എഴുതും? Delta x into delta p is equal to h by 4 pi. ഞാൻ delta x ന് പകരം 2 into delta p എന്ന് എഴുതാം. Into delta p is equal to h by 4 pi. Or delta p square is equal to h by 2 into 4 pi. അഥവാ delta p എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് h by 2 into 4 pi ആണ്. ഞാൻ 2 പുറത്തേക്ക് എടുക്കാം. സോ ദിസ് ഈസ് 1 by 2 റൂട്ട് h by 2 pi. ഡെൽറ്റ പി എന്ന് പറയുന്നത് m into delta v അല്ലേ? സോ m into delta v ആണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് 1 by 2 റൂട്ട് h by 2 pi. Therefore delta v അതാണ് കണ്ടുപിടിക്കേണ്ടത്. 1 by 2m. m അപ്പുറത്തേക്ക് പോയി. So uncertainty in velocity നമുക്ക് കണ്ടുപിടിച്ചു 1 by 2m into root h by 2 pi. You get option C. Which of the following series of transitions in spectrum of hydrogen atom fall in the visible region? ലൈമാൻ ബാൽമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് ഹംഫ്രി സീരീസുകളിൽ വിസിബിൾ റീജിയനിലേക്ക് വരുന്നത് ബാൽമർ സീരീസ് ആണ്. ബാക്കി എല്ലാവരും അല്ലേ IR റേഡിയേഷൻസും UVയിൽ ലൈമാൻ വരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു. വിസിബിളിൽ വരുന്നത് ബാൽമർ സീരീസ് ആണ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ എയിലുള്ള ലാസ്റ്റ് ചോദ്യം ഇതായിരുന്നു. വോള്യൂം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ് STP ഒബ്റ്റെയിൻഡ് by the complete decomposition of 9.85 gram of barium carbonate is. നമുക്ക് ആ ചോദ്യത്തില് ഇക്വേഷൻസ് ഒന്നും തന്നില്ലെങ്കിലും ഫ്രം ദി ക്വസ്റ്റ്യൻ വി ആർ ഏബിൾ ടു റൈറ്റ് ദി ഇക്വേഷൻ. കാരണം ബേരിയം കാർബണേറ്റിന്റെ ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ആവുകയാണ്. ആൻഡ് യു ഗെറ്റ് കാർബൺ ഡൈ ഓക്സൈഡ്. ബാക്കിയുള്ള ആളെ നമുക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും ഇതിനെ ഒന്ന് റിലേറ്റ് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും. ദിസ് ഈസ് സിമിലർ ടു കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ വി ഡിസ്കസ് ഏർലിയർ. അപ്പൊ ബേരിയം കാർബണേറ്റിനെ ബ്രേക്ക് ചെയ്ത് യു അണ്ടർസ്റ്റാൻഡ് 1 mole of barium carbonate gives you 1 mole of carbon dioxide. So what is the number of moles of barium carbonate? Mass ആണ് തന്നിരിക്കുന്നത് 9.85 by molar mass which is 195. ഇത്രയും മോൾ ബേരിയം കാർബണേറ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. Which is equal to it is നിങ്ങൾ ആലോചിക്കേണ്ടത് 195നെ 197 19.7 into 10 എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ that is equal to 1 by 20 mole. നമ്പർ ഓഫ് മോൾസ് ഓഫ് ബേരിയം കാർബണേറ്റ് നമുക്ക് കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടുപിടിക്കാം. സെയിം ആണ്. ഒരു ബേരിയം കാർബണേറ്റ് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് തരുന്നുണ്ട്. യു ഗെറ്റ് സെയിം നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിച്ച് ഇസ് 1 by 20 മോൾ. ഞാൻ അതിനെ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മോളിന് പകരം 1 mole 22.4 liters ആണ്. സോ ഹിയർ യു ഗെറ്റ് 1.12 liter. ആൻസർ വിൽ ബി ഓപ്ഷൻ ബി. ഇനി സെക്ഷൻ ബിയിൽ നിന്നുള്ള ആദ്യത്തെ ഇൻഡിജർ ടൈപ്പ് ചോദ്യം. ഇവിടെ കാൽക്കുലേഷൻസിൽ കുറെ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇൻ എ സാമ്പിൾ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇഫ് ദി ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദ ഫോർത്ത് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിഫ്ത്ത് സ്റ്റേറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ഡിഫറെന്റ് എമിഷൻ ലൈൻസ് അപ് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ N2 എന്ന് പറയുന്നത് 5 ആണ് നമ്മുടെ ഹയർ ലെവല്. 5ൽ നിന്നും എവിടേക്കാണ് ജമ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ലെവലാണ്. 5ൽ നിന്നും 2യിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ്? ടോട്ടൽ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ n into delta n plus 1 by 2 where delta n is n2 minus n1. അതിന്റെ ഡിഫറൻസ് ആണ്. 5ൽ നിന്നും 2യിലേക്ക് വരുമ്പോൾ ഡെൽറ്റ n എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ സ്പെക്ട്രൽ ലൈൻ ഈസ് ഈക്വൽ ടു 3 into 4 by 2. യു ഗെറ്റ് 6. യുവർ ആൻസർ ഇൻഡിജർ ഷുഡ് ബി 6.
is your answer. Okay. A 200-gram golf ball is moving with a speed 5 meter per hour. What is the associated wavelength will be? Dash into 10 raised to minus 32 meters ആണ് h നമുക്ക് തന്നു. So lambda is equal to h by mv. കാരണം മാസും വെലോസിറ്റിയും വേവ് ലെങ്ത്തും ഒക്കെ തമ്മിലുള്ളത് ഡി ബ്രോഗ്ലി റിലേഷൻ ആണ്. ലാംഡ is equal to h by mv. എച്ചിന്റെ വാല്യൂ അതേപോലെ എഴുതുക. 6.625 into 10 raised to minus 34 joule second. മാസ് ഈസ് 200 gram. നമുക്കത് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. വെലോസിറ്റി ഈസ് ഗിവൺ ആസ് 5 meter per hour. നമ്മൾ SI യൂണിറ്റിൽ മീറ്റർ പെർ സെക്കൻഡിൽ പറയണം. അപ്പൊ അവറിന് പകരം 60 into 60 ചെയ്താലേ സെക്കൻഡ് കിട്ടുള്ളൂ. സോ വെലോസിറ്റിക്ക് പകരം 5 ഡിവൈഡഡ് ബൈ 60 into 60 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇതൊക്കെ ചെയ്യുമ്പോൾ SI യൂണിറ്റിലുള്ള ലാംഡ മീറ്ററിൽ നമുക്ക് ആൻസർ കിട്ടിക്കോളും. ഇനി ഇത് സോൾവ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദർ ആർ 2 zeros, അത് പോയി. 10 raised to minus 3, 10 raised to minus 34 പോയി 10 raised to minus 31 ആയി. ഇവിടെ ഒരു 2 ഉണ്ട്, അത് ഇവിടെ 3 ആയി. 5 6ൽ 1.2 ആയി. സോ ഫൈനലി യു ഹാവ് 6.625 ഇൻറ്റു 3 into 1.2 എന്ന് പറയുന്നത് 3.6 into 10 raised to minus 31 ആണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ ഇനി ഇതിനെ സോൾവ് ചെയ്ത് നോക്കണം. 6.625 into 36 ആണ്. നമ്മൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴേക്ക് 1 2 3 4 you get 23.85 into 10 raised to minus 31. ഞാൻ അതിനെ 10 raised to അത്രയും മീറ്റേഴ്സ് ആണ് വരെ SI യൂണിറ്റ് ആയതുകൊണ്ട് 10 raised to minus 32ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്താൽ ഇറ്റ് ഈസ് 238.5. ഇതിനെയാണ് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് ഉത്തരം പറയേണ്ടത്. എങ്ങനെയാ നിങ്ങളത് പറയാം? റൗണ്ട് ഓഫിംഗ് പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കണം. വെൻ യുവർ ആൻസർ ഈസ് 238.5 നമ്മൾ എപ്പോഴും അതിനെ നിയറസ്റ്റ് ഇൻഡിജറിലേക്കാക്കിയാണ് സെക്ഷൻ ബിയിൽ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് 5 ആണ്. 5 റൗണ്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ പ്രിസീഡിംഗ് നമ്പറിനെ നോക്കുക, അത് ഓഡ് നമ്പർ ആണെങ്കിൽ 1 ആഡ് ചെയ്യുക, ഈവൺ നമ്പർ ആണെങ്കിൽ ഒഴിവാക്കാം. 8 എന്നുള്ളത് ഈവൺ നമ്പർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. യുവർ ഫൈനൽ ആൻസർ ഷുഡ് ബി 238. സോ ദാറ്റ് ഈസ് യുവർ ഇൻഡിജർ റിട്ടൺ ഹിയർ. One atom of an element X weighs 6.664 into 10 raised to minus 23 gram. What is the number of gram atoms in 40 kilogram if it is? Number of gram atoms എന്ന് പറയുന്നത് number of moles ആണ്. gram atom number of moles of atomത്തിന്റെ മറ്റൊരു പേരാണ്. അപ്പൊ എനിക്ക് number of moles കണ്ടുപിടിക്കണം. മാസ് തന്ന number of moles of atoms ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? It is mass by molar mass. What is the mass given? 40 kilogram. നമ്മൾ എപ്പോഴും അത് ഗ്രാമിലാണ് മാസ് പറയാറുള്ളത്. ബൈ മോളാർ മാസ്. മോളാർ മാസ് എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് ഓഫ് 1 മോൾ ഓഫ് ആറ്റംസ് ആണ്. ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു ആറ്റത്തിന്റെ മാസ് മാത്രമേ തന്നുള്ളൂ. 6.664 into 10 raised to minus 23 gram ഒരാറ്റത്തിന്റെ മാസാണ്. ഞാൻ അതിന് 1 മോളിന്റെ മാസാക്കി കാണണമെങ്കിൽ അവഗാഡ്രോ നമ്പർ വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അത് ചെയ്യുമ്പോഴേക്ക് 10 raised to 23 minus 23 പോയി 6 into 6.6 ചെയ്യുമ്പോഴേക്ക് you get 39.8 or around you get 40. You get 40 gram. 39.84 ആയിരിക്കും 40 gram എന്ന് കിട്ടി. Now this is the molar mass. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന മോളാർ മാസ് 1 മോളിന്റെ മാസാണ്. ഒരാളുടെ മാസ് തന്നാൽ 1 മോളിന്റെ മാസ് കാണാൻ അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ബൈ 40 നമ്മൾ ചെയ്തു. You get the answer 1000. Number of moles is 1000. 1000 ആണ് നമുക്ക് ഇവിടെ വരുന്ന ഇൻഡിജർ. 1.5 mole of oxygen combined with magnesium to form oxide MgO. The mass of magnesium that has combined is dash gram. മെഗ്നീഷ്യവും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നു. നമുക്ക് ഇതിനെ ജസ്റ്റ് ബാലൻസ് ചെയ്യാം. Now this is a balanced equation. And you understand 1 mole magnesium requires half mole oxygen. അപ്പൊ 1.5 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 3/2 മോൾ ആണ്. 3 വെച്ച് നമുക്ക് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു അണ്ടർസ്റ്റാൻഡ് 3/2 മോൾ ഓക്സിജന് 3 മോൾ മെഗ്നീഷ്യം ഈസ് റിക്വയർഡ്. വാട്ട് ഈസ് 1 മോൾ മെഗ്നീഷ്യം? മെഗ്നീഷ്യം 24 ആണ് 1 മോൾ.
അപ്പോൾ 3 മോൾ ഉണ്ടെങ്കിൽ യു ഗെറ്റ് 72 gram മെഗ്നീഷ്യം. സോ യുവർ ആൻസർ ഷുഡ് ബി 72. 72 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇതൊരു ബാലൻസ്ഡ് ഇക്വേഷനിൽ നിന്നും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അനുസരിച്ച് നമുക്ക് പറയാവുന്നതാണ്. See the last question from this section. The mass of 95% pure calcium carbonate that will be required to neutralize 0.025 mole of HCl solution according to the following reaction is dash into 10 raised to minus 1 gram. Calcium carbonate plus 2 HCl giving CaCl2 plus CO2 plus 2 H2O. This is the equation. അപ്പോൾ എനിക്ക് ആ സാമ്പിളിന്റെ ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിളിന്റെ പ്രത്യേകത അത് 95% പ്യുവർ കാൽഷ്യം കാർബണേറ്റ് ആണ്. ആ സാമ്പിൾ ഞാൻ എത്ര എടുക്കണം സോ ദാറ്റ് നമുക്ക് 0.025 മോൾ HClനെ കംപ്ലീറ്റ് ന്യൂട്രലൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ തന്നു നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl 0.025 മോൾ ആണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് റിക്വയർഡ് എത്രയായിരിക്കും, റിയാക്റ്റഡ് എത്രയായിരിക്കും? സോ ഫ്രം ദി ബാലൻസ്ഡ് ഇക്വേഷൻ 1 മോൾ കാൽഷ്യം കാർബണേറ്റിനാണ് 2 മോൾ HCl. അപ്പൊ HCl കാൽഷ്യം കാർബണേറ്റിന്റെ ഇരട്ടി എടുക്കുന്നുണ്ട്. സോ കാൽഷ്യം കാർബണേറ്റ് HClന്റെ പകുതി മതി. 0.025 by 2 മോൾ കാൽഷ്യം കാർബണേറ്റ് ആണ് നമുക്ക് ആവശ്യം, വിച്ച് ഈസ് ഈക്വൽ ടു 0.0125 മോൾ. What is the mass of calcium carbonate? It is 0.0125. Number of moles mass by molar mass ആണ്. മാസ് കിട്ടണമെങ്കിൽ this into molar mass ചെയ്യണം. കാൽഷ്യം കാർബണേറ്റിന്റെ മോളാർ മാസ് 100 അല്ലേ, നേരത്തെ ചെയ്തില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.25 gram കാൽഷ്യം കാർബണേറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പക്ഷെ 1.25 gram കാൽഷ്യം കാർബണേറ്റ് കിട്ടിയാൽ ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി. ആൻഡ് യു അണ്ടർസ്റ്റാൻഡ് മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്ന സാമ്പിളിന്റെ 95% മാത്രമാണ് കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ സാമ്പിൾ 1 gram എടുത്തെങ്കിൽ ആ 1 ഗ്രാമും കാൽഷ്യം കാർബണേറ്റ് അല്ല, അതിൽ 0.95 gram മാത്രമേ കാൽഷ്യം കാർബണേറ്റ് ഉള്ളൂ, ബാക്കി ഇമ്പ്യൂരിറ്റീസ് ആണ്. അതുകൊണ്ട് ഈ സാമ്പിൾ എത്രയാന്ന് ചോദിച്ചാൽ മാസ് ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിന്റെ വാല്യൂ ഇൻറ്റു 100/95 ആണ്. കാൽഷ്യം കാർബണേറ്റ് 1.25 ആണ് ഇൻറ്റു 100/95 വിച്ച് ഈസ് ഈക്വൽ ടു 125/95 അഥവാ 1250 ഇൻറ്റു 10⁻⁻1/95. നമുക്ക് 10⁻⁻1 വെച്ച് ചെയ്യണം. അപ്പൊ 1250/95 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 5 നോക്കുക, 250, ദിസ് ഇസ് 19. 250/19 ചെയ്താൽ ഒരു തവണ പോകും, 6 ബാക്കി. ഇത് 3 തവണ പോകും, 57, 3 ബാക്കി. സോ ദിസ് ഈസ് 13.1. സോ ദിസ് ഈസ് ഈക്വൽ ടു 13.1 into 10⁻⁻1 gram. Your final answer should be 13.1. Answer നമുക്ക് 13.1 റൗണ്ട് ഓഫ് ചെയ്യണം, which should be 13. 13.1 into 10⁻⁻1 ആണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അതിൽ 13.1 റൗണ്ട് ഓഫ് ചെയ്താൽ 13 എന്നുള്ള ആൻസർ ആണ് നമുക്ക് എഴുതേണ്ടത്. So here your answer will be 13. That's about the discussion. Thank you everyone. All the best.